പീപ്പിൾ എക്സ്ക്ലൂസീവ് മോദിയുടെ പരിപാടിയിൽ തട്ടമിട്ട ജനപ്രതിനിധിക്ക് വിലക്കേർപ്പെടുത്തി. വയനാട് മൂപ്പിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹർബാനത്തിനെയാണ് ഗുജറാത്തിൽ നടന്ന പരിപാടിയിൽ നിന്നും വിലക്കിയത്. വനിതാ ദിനത്തോടനുബന്ധിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഷഹർബാനത്തിനെ തട്ടമിട്ടവർ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞ് വിലക്കുകയായിരുന്നു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ ഗുജറാത്ത് സർക്കാരുമായി സഹകരിച്ച് അഹമ്മദാബാദിൽ സ്വച്ഛ് ശക്തി ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ മറവിൽ നടത്തിയ ക്യാമ്പിൽ മോദിയുടെ ഗുജറാത്ത് മോഡലിന്റെ വിശദീകരണമായിരുന്നു നടന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 6000-ലധികം വനിതാ ജനപ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വയനാട്ടിലെ മൂപ്പേനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ ഷഹർബാനത്തിനെ സംഘാടകർ തടഞ്ഞു. തട്ടമിട്ടവരെ ചടങ്ങിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു സംഘാടകർ തടഞ്ഞതെന്ന് ഷഹർബാനത്ത് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. തട്ടമിട്ടെത്തിയ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വനിതാ ജനപ്രതിനിധികളെയും സംഘാടകർ തടഞ്ഞിരുന്നു. പിന്നീട് കേരള പ്രതിനിധികൾ വലിയ പ്രതിഷേധമുയർത്തിയതോടെയാണ് സംഘാടകർ ഇവരെ കടത്തിവിടാൻ തയ്യാറായത്. വനിതാ ദിനത്തിൽ തന്നെ വനിതാ ജനപ്രതിനിധികളുടെ വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. PV കുട്ടൻ, കോഴിക്കോട്. ഗുജറാത്തിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ പരിപാടിക്കെത്തിയ തങ്ങളെ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് വിലക്കുകയായിരുന്നുവെന്നും തട്ടം ഊരിയ ശേഷമാണ് കടത്തിവിട്ടതെന്നും ഷഹർബാനത്ത് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. അവിടെ ഞങ്ങള് അതിന്റെ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് കയറിയപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരും മഫ്ത ധരിച്ചു വന്ന് തന്നെ തടയുകയും മഫ്ത അഴിച്ചു വെച്ചിട്ട് കറുത്ത മഫ്ത ധരിച്ചുകൊണ്ട് അകത്തേക്ക് കടത്തിവിടാൻ സാധിക്കില്ല എന്ന രീതിയിൽ സംസാരിക്കുകയും അത് എന്നോട് അഴിച്ചു വെക്കാൻ ആവശ്യപ്പെടുകയും തലയിൽ നിന്ന് അഴിച്ച് വെക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. ഉജ്ജയിൻ ട്രെയിൻ സ്ഫോടനം രാജ്യത്ത് IS തീവ്രവാദികൾ നടത്തിയ ആദ്യ ആക്രമണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ആസൂത്രകൻ എന്ന് കരുതപ്പെടുന്ന സെയ്ഫുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഇയാളുടെ പക്കൽ നിന്നും IS പതാകയും ടൈം ടേബിളും കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. 8ഓളം പേരെ 2 സംസ്ഥാനങ്ങളിൽ നിന്നായി പിടികൂടി. ഭോപ്പാലിൽ നിന്നും ഉജ്ജയിനിലേക്കുള്ള പാസഞ്ചർ ട്രെയിനിൽ ജാബി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇന്നലെ രാവിലെയോടെയാണ് സ്ഫോടനമുണ്ടായത്. 10ഓളം പേർക്ക് പരിക്കേറ്റ സംഭവത്തെക്കുറിച്ച് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് പോലീസ് സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ IS ബന്ധം കണ്ടെത്തി. 8ഓളം പേരെ ഇരു സംസ്ഥാനങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്തു. സംഭവം ആസൂത്രണം ചെയ്തുവെന്ന് കരുതപ്പെടുന്ന IS തീവ്രവാദി സെയ്ഫുള്ളയെ ജീവനോടെ പിടികൂടാനുള്ള പോലീസിന്റെ ശ്രമം പരാജയപ്പെട്ടു. ഇയാൾ ഒളിച്ചിരുന്ന വസതി പോലീസ് വളഞ്ഞു. 2 മണിക്കൂറോളം നീണ്ട വെടിവെപ്പിന് ശേഷം സെയ്ഫുള്ള കൊല്ലപ്പെട്ടു. ഇയാളുടെ വസതിയിൽ നിന്നും IS പതാകയും സ്ഫോടനം നടന്ന ട്രെയിനിനെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങിയ രേഖകളും ലഭിച്ചു. ഇറാഖിലും സിറിയയിലും നിലനിൽപ്പ് അപകടത്തിലായതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സ്ഫോടനം എന്ന് സംശയിക്കുന്നതായി ഉത്തർപ്രദേശ് തീവ്രവാദി വിരുദ്ധ സേനാ തലവൻ അറിയിച്ചു. കഴിഞ്ഞ വർഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 60ഓളം IS അനുഭാവികളെ NIA പിടികൂടിയിരുന്നു. എന്നാൽ ഇതാദ്യമായാണ് IS നേരിട്ട് ഇന്ത്യയിൽ ഒരു ആക്രമണം നടത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാളയാറിലെ പെൺകുട്ടികളുടെ ദുരൂഹ മരണം അന്വേഷിക്കുന്ന സംഘത്തിൽ നിന്ന് വാളയാർ SIയെ ഒഴിവാക്കി. കേസന്വേഷണ ചുമതല പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP MJ സോജന കൈമാറി. ആദ്യ കുട്ടിയുടെ മരണം അന്വേഷിക്കുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് സംഘം പരിശോധിക്കും. പ്രതികൾക്ക് മേൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനും പോലീസ് തീരുമാനിച്ചു. ഉത്തരമേഖല DGP രാജേഷ് ദിവാന്റെ നിർദ്ദേശപ്രകാരമാണ് കേസന്വേഷണ ചുമതല പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP MJ സോജന് കൈമാറിയത്. മൂത്ത കുട്ടിയുടെ മരണം അന്വേഷിക്കുന്നതിൽ വാളയാർ SI PC ചാക്കോയ്ക്ക് വീഴ്ച പറ്റിയെന്ന ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ പുതിയ സംഘത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. കേസിന്റെ മേൽനോട്ട ചുമതല ഉണ്ടായിരുന്ന ASP G പൂങ്കുഴലി, പ്രത്യേക സംഘത്തെ നയിച്ച ഹേമാംബിക നഗർ CI പ്രേമാനന്ദകൃഷ്ണൻ എന്നിവർ പുതിയ ടീമിൽ തുടരും. ആദ്യ മരണം അന്വേഷിക്കുന്നതിൽ ചുമതലയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയോ എന്നും പുതിയ സംഘം അന്വേഷിക്കും. ഇതിന്റെ റിപ്പോർട്ട് 3 ദിവസത്തിനകം പാലക്കാട് SPയുടെ ചുമതല വഹിക്കുന്ന മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റയ്ക്ക് കൈമാറണം. പ്രതികൾക്ക് മേൽ പോക്സോ വകുപ്പ് കൂടാതെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മൂത്ത കുട്ടിയുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും കൊലപാതകം തെളിയിക്കുന്ന സൂചനകളൊന്നും കണ്ടെത്താനായിട്ടില്ല. 2 മരണവും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന കൂടുതൽ തെളിവുകൾ കണ്ടെത്തുകയാവും പുതിയ സംഘത്തിന്റെ വെല്ലുവിളി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാളയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ ആദ്യ കുട്ടി മരിച്ച സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന ആക്ഷേപം. കുട്ടിയുടെ മരണം മനോവിഷമം കാരണമെന്ന FIR. കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്യുകയാണ്. വാളയാറിൽ മരിച്ച മൂത്ത കുട്ടിയുടെ മരണം അന്വേഷിക്കുന്നതിൽ പോലീസിന് വീഴ്ച വന്നതായാണ് ഉയരുന്ന ആക്ഷേപം. മരണത്തിൽ സംശയമുണ്ടെന്ന് അമ്മ മൊഴി നൽകിയിട്ടും പോലീസ് ജാഗ്രത കാണിച്ചില്ല. വാളയാർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ
കുട്ടിയുടെ മരണം മനോവിഷമം കാരണമാണെന്നാണ് പറയുന്നത്. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തതും. സാക്ഷിമൊഴികളിൽ നിന്ന് വിരുദ്ധമാണ് എഫ്ഐആർ. പോലീസിന് വീഴ്ച ഉണ്ടായോ എന്ന് അന്വേഷിക്കണമെന്ന് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ചേച്ചി മരണപ്പെടുന്നതിന് ശേഷം പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നൊരു ചെറിയൊരു പകപ്പഴ പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു സംശയം നമ്മുടെ പൊതുജനങ്ങൾക്കും പൊതുവെ നമ്മുടെ പ്രദേശത്തെ ആളുകൾ ഞെട്ടലോടെയാണ് ഈ സംഭവം കാണുന്നത്. ലോക്കൽ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണം നല്ല രീതിയിലാണെങ്കിൽ ഈ കുട്ടീൻ്റെ മരണം നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ള ഒരു പരക്കെ ഒരു ഞെട്ടലോടെയാണ് നമ്മുടെ പ്രദേശവാസികൾ പറയുന്നത്. മൂത്ത കുട്ടിയും ലൈംഗിക പീഡനത്തിന് ഇരയായതായി പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ബന്ധുവടക്കം കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് 2 മരണവും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അച്ഛനെയും അമ്മയെയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. പോക്സോ വകുപ്പ് ചുമത്തിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോഴിക്കോട് ജില്ലാ ശിശുക്ഷേമ സമിതി വയനാട് ജില്ലയുടെ അധിക ചുമതല ഏറ്റെടുത്തു. വൈദികൻ പ്രതിയായ കൊട്ടിയൂർ പീഡനക്കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ വയനാട് ശിശുക്ഷേമ സമിതി മരവിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കോഴിക്കോട് CWCക്ക് അധിക ചുമതല നൽകിയത്. വയനാട് ജില്ലാ അധ്യക്ഷനായിരുന്ന ഫാദർ തോമസ് തേരകത്തെയും സമിതി അംഗം സിസ്റ്റർ ബെറ്റി ജോസിനെയും സർക്കാർ നീക്കം ചെയ്യുകയും മറ്റു 3 അംഗങ്ങളെ താൽക്കാലികമായി മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. അതിനിടെ ഫാദർ തോമസ് തേരകത്തിന്റെയും ബെറ്റി തോമസിന്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൽപ്പറ്റ കോടതി നാളത്തേക്ക് മാറ്റി. കൊട്ടിയൂരിൽ 16-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലെ പ്രതി റോബിൻ വടക്കഞ്ചേരിയെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. പ്രോസിക്യൂട്ടർ സത്യവാങ്മൂലം നൽകാത്തതിനാലാണ് നാളത്തേക്ക് മാറ്റിയത്. കൊട്ടിയൂരിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവത്തിൽ വൈദികൻ റോബിൻ വടക്കുംചേരിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി പോലീസ് സമർപ്പിച്ച അപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. പ്രോസിക്യൂട്ടർ നൽകിയ കസ്റ്റഡി അപേക്ഷയ്ക്കൊപ്പം സത്യവാങ്മൂലം നൽകിയില്ലെന്ന കാരണത്താൽ സമയം നീട്ടി നൽകുകയായിരുന്നു. പിന്നീട് സത്യവാങ്മൂലം സമർപ്പിച്ചെങ്കിലും പ്രതിഭാഗം മറുപടി കേൾക്കണമെന്ന ആവശ്യമുന്നയിച്ചപ്പോൾ അപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റുകയായിരുന്നു. പ്രോസിക്യൂട്ടർ ജോൺസണിന് കൊട്ടിയൂർ ഇടവകയുമായി അടുത്ത ബന്ധമുണ്ടെന്നും പ്രതിഭാഗത്തിന് വേണ്ടി മനഃപൂർവ്വം സത്യവാങ്മൂലം വൈകിപ്പിച്ചതാണെന്ന പരാതിയും ഉയരുന്നുണ്ട്. അതേസമയം ക്രിസ്തുരാജ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ആൻസി മാത്യു, ഗൈനക്കോളജിസ്റ്റ് ടെസ്സി, പീഡിയാട്രീഷ്യൻ ഹൈദരലി എന്നിവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 1 ഈ മാസം 14 മാറ്റിവെച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ആലുവ ബിനാനിപുരത്ത് 3ഉം 7ഉം വയസ്സുള്ള പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയായി. സംഭവത്തിൽ അയൽവാസി ഉണ്ണി തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലുവ മുപ്പത്തടത്താണ് സംഭവം. 3ഉം 7ഉം വയസ്സുള്ള സഹോദരിമാരാണ് അയൽവാസിയുടെ പീഡനത്തിനിരയായത്. കാരത്തുകുഴി സ്വദേശി 52-കാരനായ ഉണ്ണി തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഡിസംബറിലാണ് ഉണ്ണി തോമസ് പെൺകുട്ടികളെ ഇയാളുടെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചത്. തുടർന്ന് പലതവണ ഇയാൾ പെൺകുട്ടികളെ ശാരീരികമായി ഉപദ്രവിച്ചു. ഇതിനിടെ കുട്ടികൾക്ക് അണുബാധയുണ്ടായി. ഉണ്ണി തോമസിന്റെ ഭീഷണിയെ തുടർന്ന് കുട്ടികൾ വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. പിന്നീട് സ്കൂളിൽ വെച്ച് അധ്യാപികയോട് കുട്ടികൾ വിവരം പറയുകയായിരുന്നു. അധ്യാപിക ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിച്ചു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് പെൺകുട്ടികളുടെ വിശദമായ മൊഴിയെടുത്തു. തുടർന്ന് ആലുവ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉണ്ണി തോമസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരികെ വാർത്തകളിലേക്ക്. ജിഷ്ണു പ്രണോയിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി തങ്ങളോടൊപ്പമെന്ന് ഉറപ്പ് നൽകിയതായി മാതാപിതാക്കൾ പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി തങ്ങൾക്കൊരു പ്രശ്നവുമില്ലെന്നും മറിച്ചുള്ള വാർത്തകൾ തെറ്റാണെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. നീതിക്കായുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിലെ കൂട്ടായ്മയിൽ പങ്കെടുത്ത ശേഷമാണ് മാതാപിതാക്കളായ മഹിജയും അശോകനും മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടത്. ജിഷ്ണുവിന്റെ നഷ്ടവും കുടുംബത്തിനുണ്ടായ പ്രയാസവും അപരിഹാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിയമപരമായി എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്ന ഉറപ്പും മുഖ്യമന്ത്രി അവർക്ക് നൽകി. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, അതുകൊണ്ടാണ് ഇവിടെ വന്ന് മുഖ്യമന്ത്രിയെ കണ്ടതെന്നും അവർ പറഞ്ഞു. അനുവദിക്കാത്ത പ്രശ്നം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടത്തേക്ക് തന്നെ വന്നിട്ടുള്ളത്. ജിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ജിഷ്ണു ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന അദ്ദേഹമാണ് പിണറായി. അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് എന്നും വരാവുന്നതാണ്. അതൊരു തെറ്റിദ്ധാരണ വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടത്തേക്ക് വരാൻ കാരണം. 5 ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നിവേദനവും മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് നൽകി.
ആദ്യഘട്ടത്തിൽ കേസന്വേഷണം അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, പോസ്റ്റ്മോർട്ടം അട്ടിമറിച്ചവർ, കൃഷ്ണദാസിന് ജാമ്യം ലഭിക്കാൻ കാരണക്കാരനായ DGP മല്ലേരി ശ്രീധരൻ നായർ എന്നിവർക്കെതിരെ നടപടി വേണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. കൃഷ്ണദാസിന്റെ ജാമ്യത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായും മഹിജയും അശോകനും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചിയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നേരെ ശിവസേനയുടെ ചൂരൽ പ്രയോഗം. മറൈൻ ഡ്രൈവിൽ ഇരിക്കുകയായിരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നേരെയായിരുന്നു സദാചാര ഗുണ്ടായിസം അരങ്ങേറിയത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ശിവസേനയുടെ സദാചാര ബോധം ഉണർന്നതാണോ? എന്താണ് ഉണ്ടായത്? അഞ്ജു, ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ശിവസേന പ്രവർത്തകർ കൊച്ചി മറൈൻ ഡ്രൈവിൽ ഇരിക്കുകയായിരുന്ന യുവതി യുവാക്കളെയാണ് ഇവർ ആക്രമിച്ചത്. മറൈൻ ഡ്രൈവിൽ ഇരിക്കുകയായിരുന്ന ഇവരെ ഓടിയെടുക്കുകയും ഇവരെ ഇവിടെ നിന്ന് ചൂരൽ കൊണ്ട് അടിച്ച് ഓടിക്കുകയുമാണ് ഉണ്ടായത്. ഇവിടെ നടക്കുന്നത് കൊടചൂടി പ്രേമമാണ്. ഇത്തരക്കാർക്കെതിരെ ഇനിയും ചൂരപ്രയോഗം നടത്തും എന്ന വെല്ലുവിളിയും ശിവസേനക്കാർ നടത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലും മറ്റും ഇത്തരത്തിൽ മറൈൻ ഡ്രൈവ് അനാശാസ്യ കേന്ദ്രമാണ്, അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. ഇത് ശിവസേന ഏറ്റെടുക്കുകയും ഇത്തരത്തിൽ ഇനി ആവർത്തിച്ചാൽ അവർക്കെതിരെ ശക്തമായി ആക്രമിക്കും എന്ന തരത്തിലുള്ള വെല്ലുവിളിയും ശിവസേന നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇന്ന് ഒരു പ്രതിഷേധ മാർച്ച് മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ചിരുന്നു. ഈ മാർച്ച് നടക്കുന്നതിനിടെയാണ്, മറൈൻ ഡ്രൈവിലൂടെയാണ് ഇവർ മാർച്ച് നടത്തിയത്. ഈ മാർച്ച് പോകുന്ന വഴിയിൽ കണ്ടവരെ എല്ലാം ഇവർ ഇവിടെ നിന്ന് ചൂരൽ കൊണ്ട് അടിച്ചോടിക്കുകയാണ് ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരത്തിൽ മറൈൻ ഡ്രൈവിൽ വന്നിരുന്ന നിരവധി പേർ എത്തുന്ന ഒരു മേഖലയാണ്. വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കാൻ നിരവധി പേർ എത്തുന്ന ഒരു സ്ഥലമാണ് ഈ മറൈൻ ഡ്രൈവ്. ഇവിടെയുള്ളവരെയാണ് ഇത്തരത്തിൽ ആക്ഷേപിച്ച് ചൂരൽ കൊണ്ട് അടിച്ച് ശിവസേന ഇത്തരത്തിൽ സദാചാര ഗുണ്ടായിസം നടത്തിയതായി ഇന്ന് നടത്തിയിരിക്കുന്നത്. പോലീസ് ഇതിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരമാണ് ഇത്തരത്തിൽ ചീത്ത വിളിച്ചും ചൂരൽ കൊണ്ട് അടിച്ചും ശിവസേന പ്രവർത്തകർ മറൈൻ ഡ്രൈവിൽ വന്നവരെ അടിച്ചോടിച്ചത്. തീർച്ചയായും ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ നിരവധി ആളുകൾ സ്ഥലത്ത് എത്താറുണ്ട്. അസാധാരണമായ യാതൊരു കാര്യങ്ങളും അവിടെ ഉണ്ടായില്ല എന്നും വ്യക്തമാണ്. എന്നിട്ടും അവർക്ക് നേരെ, കുട്ടികൾക്ക് നേരെ ശിവസേനയുടെ ഒരു ആക്രമണം അങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? തീർച്ചയായും സദാചാര പോലീസ് സമീപ തന്നെയാണ് ഇന്ന് ശിവസേന ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അവർ ഇത്തരത്തിൽ വെല്ലുവിളികൾ നടത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിലും മറ്റും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ ആക്രമണം നടത്തും എന്നും കഴിഞ്ഞ ദിവസം ശിവസേന പറഞ്ഞിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് മറൈൻ ഡ്രൈവിൽ ഇവർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഈ മാർച്ച് നടത്തുന്നത് മറൈൻ ഡ്രൈവിലൂടെ തന്നെയായിരുന്നു. ഈ മാർച്ച് പോകുന്ന വഴിയിൽ കണ്ടവരെ എല്ലാം ശിവസേന പ്രവർത്തകർ ചൂരൽ കൊണ്ട് അടിച്ച് ഓടിക്കുകയായിരുന്നു. ഇവിടെ വന്നവരെല്ലാം പല സ്ഥലത്തു നിന്ന് എത്തിയവർ ഉണ്ട്. വിശ്രമിക്കാനായി എത്തിയവരാണ് ഇവരിൽ പലരും. ഇവരെല്ലാം തന്നെ ഇവർ ഇത്തരത്തിൽ കൊടചൂടി പ്രേമം ഇവിടെ അനുവദിക്കില്ല എന്നും മറ്റും ആക്രോശിച്ചുകൊണ്ട് ഇവരെ ചൂരൽ കൊണ്ട് അടിച്ച് ഇവിടെ നിന്നും ഭീഷണിപ്പെടുത്തി ഓടിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. മറൈൻ ഡ്രൈവിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നേരെ സദാചാര ഗുണ്ടായിസം നടക്കുകയാണ് ഉണ്ടായത്. ശിവസേനയുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചൂരൽ ഉപയോഗിച്ച് കുട്ടികളെ തല്ലി ഓടിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. ഒറ്റയാൾ പാത എന്ന ചിത്രത്തിലെ വേറിട്ട അഭിനയത്തിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചതിന്റെ സംതൃപ്തിയിലാണ് നാടക നടൻ കൂടിയായ കലാധരൻ. മകനു വേണ്ടി ആത്മസമർപ്പണം ചെയ്ത പിതാവിന്റെ മാനസികാവസ്ഥയെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചതിനാണ് പ്രത്യേക ജൂറി അവാർഡ് കെ കലാധരനെ തേടിയെത്തിയത്. അവാർഡ് സിനിമകൾ തിയേറ്ററുകളിൽ എത്തിക്കാൻ സർക്കാർ ഇടപെടണമെന്നും കലാധരൻ പറയുന്നു. സതീഷ് സന്തോഷ് സഹോദരന്മാർ അണിയിച്ചൊരുക്കിയ ഒറ്റയാൾ പാത എന്ന ചിത്രത്തിലെ വേറിട്ട അഭിനയമാണ് കെ കലാധരനെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനാക്കിയത്. തന്നിലേൽപ്പിച്ച കഥാപാത്രത്തെ ആത്മാർത്ഥതയോടെയും തന്മയത്വത്തോടെയും വ്യാപരിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് നാടക കലാകാരൻ കൂടിയായ കലാധരൻ പറയുന്നു. മകനും അച്ഛനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഘാതങ്ങളും പ്രത്യാഘാതങ്ങളൊക്കെയാണ് എൻ്റെ പ്രമേയമായിട്ട് വന്നത്. ഏതൊരു അച്ഛൻ്റെയും ഏതൊരു മകൻ്റെയും ഒരവസ്ഥാ വിശേഷമായിട്ട് ഫീൽ ചെയ്തുകൊണ്ടും ഏതൊരാൾക്കും അങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിലൊരു ഘട്ടത്തിലെങ്കിലും ഉണ്ടാകുന്നുണ്ട്. അവാർഡ് സിനിമകളെ ആർട്ട് സിനിമകളായി മാറ്റി നിർത്തുന്നതിലെ പരിഭവം പങ്കുവച്ച കലാധരൻ മൂല്യവത്തായ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്നും ആവശ്യപ്പെടുന്നു. താര ആരാധനയോടുകൂടി നാം സങ്കല്പിച്ച അല്ലെങ്കിൽ നാം ഉണ്ടാക്കിയെടുത്ത ഒരു പ്രേക്ഷക സമൂഹവും ആസ്വാദന ക്ഷമതയിൽ കൂടി അല്ലാതെ വരുന്ന
സിനിമകൾ, നല്ലതോ ചീത്തയാണുള്ളത്, നല്ല സിനിമകൾ കുറേയൊക്കെ ഉണ്ട്. അത് പലപ്പോഴും ജനങ്ങളിൽ എത്താതെ പോവുകയോ എത്തിക്കപ്പെടാനുള്ള സംവിധാനം ഇല്ലാതെയൊക്കെ പോകുന്ന ഒരു കുറവ് നമ്മുടെ സിനിമാ രംഗത്തുണ്ട്. നാടകാചാര്യൻ കാവാലം നാരായണപ്പണിക്കരുടെ ശിഷ്യൻ കൂടിയായ കലാധരൻ 20-ലധികം ചലച്ചിത്രങ്ങളിലും ടെലിവിഷൻ സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. നാടകം തന്നെയാണ് തനിക്ക് ഈ അംഗീകാരം ലഭിച്ചതിന് പിന്നിലെന്നും കലാധരൻ പറയാതിരുന്നില്ല. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വരണ്ടുണങ്ങുന്ന പ്രദേശത്തോടൊപ്പം ജീവിതം കഴിച്ചുകൂട്ടുന്ന ചിലരുണ്ട്. സ്വതവേ വെള്ളം കുറവായ പ്രദേശത്തോട് മഴ കൂടി കനിവ് കാട്ടാതിരുന്നാൽ പിന്നീട് എന്തു ചെയ്യും? കോഴിക്കോട് വടകരയിലെ ഒരു ഗ്രാമം വേനലിൽ വെന്തുരുകുകയാണ്. കൊടുംവേനൽ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രദേശമാകെ. ഒരിറ്റു കുടിവെള്ളത്തിനായി ഒരുപാട് ദൂരം നടന്നു പോവേണ്ട അവസ്ഥയിലാണ് ഈ മലയ്ക്ക് മുകളിലായി താമസിക്കുന്ന 8ഓളം കുടുംബങ്ങൾ. പൊള്ളുന്ന വെയിൽ, ഈ വെള്ളമങ്ങ് എത്തിയിട്ട് വേണം അടുപ്പ് പുകയിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ. കോഴിക്കോട് വടകര മണിയൂർ പഞ്ചായത്തിലെ പുറ്റാരത്തുമലയിൽ താമസിക്കുന്ന 8ഓളം കുടുംബങ്ങളാണ് ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതെ ദുരിതം പേറുന്നത്. വെള്ളം സ്വതവേ കുറവായ പ്രദേശം. വേനലായതോടുകൂടി ദുരിതം കൂടി. മഴവെള്ളം ശേഖരിച്ച് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ മഴയുമില്ല, വെള്ളവും. മഴവെള്ളം കൊണ്ടാ അധികവും കഴിയും. ഇത്തരം ടാങ്ക് കെട്ടിയിട്ട് അതിൽ വെള്ളം ഒരു 6 മാസം വരെ ഞങ്ങൾ അതെടുക്കും, അലക്കുവാൻ. അത് ഞങ്ങളിങ്ങനെ പറയൂ, ഇങ്ങനെ ഈ എടുക്കറ് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, അതുകൊണ്ട് വെള്ളം എടുത്തിട്ട് ഞങ്ങൾ അലക്കുവാലും ചെയ്യാം. കുന്നും മലയും താണ്ടിയാണ് ഒരു തുള്ളി വെള്ളം വീട്ടിലെത്തിക്കാൻ സാധിക്കുക. വെള്ളമില്ലാത്ത വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾ രാവിലെ എണീറ്റ് എല്ലാ പണിയും കഴിഞ്ഞ് വെള്ളത്തിന് പോകണം. വീടിനു ചുറ്റുമുള്ള ചെടികളും മരങ്ങളും വെള്ളം കണ്ട് കാലം മറന്നു. തങ്ങളെപ്പോലെ മഴയ്ക്കായി മറ്റാരും കാത്തിരിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. പഞ്ചായത്തിന്റെ ജലനിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വെള്ളം ഇതുവരെയും എത്തിയിട്ടില്ല. കുടിവെള്ളത്തിനായി ഇനി എവിടെ കയറിയിറങ്ങണമെന്നും ഈ കുടുംബങ്ങൾക്ക് അറിയില്ല. ഈ വഴി താണ്ടിയാൽ മാത്രമാണ് ഇവിടുത്തുകാർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടുക. വരണ്ടുണങ്ങിയ ഭൂമിയിൽ ഒരിറ്റു വെള്ളത്തിനായി കേഴുകയാണ് ഈ പ്രദേശം. ക്യാമറാമാൻ RK ഫിറോഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. ലോക വനിതാ ദിനത്തിൽ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷന്റെ ചുമതല വനിതകൾക്ക് നൽകി. ഇതിനിടയിൽ മാനസിക രോഗിയായ സ്ത്രീയെ നാട്ടുകാർ സ്റ്റേഷനിൽ എത്തിച്ചതോടെ ഭക്ഷണവും മികച്ച പരിചരണവും ഒക്കെ നൽകിയാണ് വനിതാ പോലീസുകാർ മാതൃകയായത്. ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായാണ് ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷന്റെ ചുമതല ഒരു ദിവസത്തേക്ക് ജില്ലാ പോലീസ് മേധാവി വനിതകളെ ഏൽപ്പിച്ചത്. പിന്നീട് സ്റ്റേഷന്റെ ഭരണം CI മുതൽ താഴെത്തട്ടിലുള്ളവർ വരെ വനിതകളായി മാറി. സ്റ്റേഷന്റെ ചാർജ് ഇന്ന് വനിതാ CIക്കാണ്. അതുപോലെ മറ്റ് പുറത്തുള്ള എല്ലാ ഡ്യൂട്ടികളിൽ നിന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് നോക്കുന്നത്. വാഹനം ഓടിക്കുന്നത് ഉൾപ്പെടെ സ്റ്റേഷൻ്റെ അഡ്മിനിസ്ട്രേഷന്, കേസിൻ്റെ കാര്യങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടി നിയമിച്ചു കൊടുക്കുന്നത്, പെറ്റീഷൻസ്, ഇന്ന് വരുന്ന മുഴുവൻ കേസുകളുടെ അന്വേഷണ ചുമതലയും വനിതാ CIക്കായിരിക്കും. ഈ ദിവസം ഇവർ ഏറ്റെടുക്കുന്ന കേസിന്റെ ചുമതലകൾ പൂർണ്ണമായും ഇവർക്കായിരിക്കും. ഇതിനിടയിലാണ് അലഞ്ഞു തിരിഞ്ഞു നടന്ന ഒരു സ്ത്രീയെ നാട്ടുകാർ സ്റ്റേഷനിലെത്തിച്ചത്. ഇതോടെ വനിതാ സംഘത്തിന്റെ പണി കൂടി. ഈ സ്ത്രീയുടെ മേൽവിലാസം തിരക്കി നടക്കലായി പിന്നീട് പോലീസ്. ഒടുവിൽ മേൽവിലാസം തപ്പിപ്പിടിച്ച് സ്ത്രീയെ വീട്ടിലെത്തിച്ചു. അവർക്ക് വേറെ ആരുമില്ല, മക്കളൊന്നും ഇല്ലാത്തവരാണ്, നോക്കാൻ ആരുമില്ല. ഭർത്താവ് 4 ചക്രമുള്ള ഒരു വണ്ടി ഓടിച്ചാണ് ജീവിക്കുന്നത്. മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീയാണിതെന്നും ചികിത്സയിലായിരുന്നുവെന്നാണ് ഭർത്താവ് പറയുന്നത്. വെള്ളം പോലും കുടിക്കത്തില്ല. പിന്നെ അത് മാറിയൊക്കെ വന്നപ്പോൾ പിന്നെയും ഇറങ്ങാൻ തുടങ്ങി. ഇപ്പം രാത്രി ഇറങ്ങി പോയേക്കുക. സ്ത്രീയെ വീട്ടിലെത്തിക്കുന്നതിനിടയിൽ ചോദിക്കുന്നതനുസരിച്ച് ഇവരെ പിണക്കാതെ ആവശ്യത്തിനുള്ള ഭക്ഷണവും പരിചരണവും ഒക്കെ നൽകിയാണ് വനിതാ ദിനത്തിൽ വനിതാ പോലീസുകാർ സ്റ്റേഷൻ ഭരിച്ചത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.